നമസ്കാരം. കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള KLFിൻ്റെ ആദ്യത്തെ സെഷനാണ്. അപ്പോൾ ഈ കോഴിക്കോടിൽ ഇത്തരത്തിൽ KLF നടക്കുമ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഇത്രയധികം ക്രൗഡ് മറ്റേത് നഗരത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ. അത് തന്നെയാണ് കോഴിക്കോടിൻ്റെ ഒരു തലയെടുപ്പ് എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോഴിക്കോടും കേരളത്തിലെ യുവാക്കൾക്കിടയിലേക്ക് ഒരു ലഹരി പോലെ പടർന്നു പിടിച്ച ജോസഫ് അന്നംകുട്ടി ജോസും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഈ സെഷൻ്റെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ജോസഫ് അന്നംകുട്ടി ജോസിനെ ഇത്തരം ഒരു സദസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി ബോറാക്കാൻ നിൽക്കുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അപ്പോൾ ജോസഫ്, ഈ കോഴിക്കോടെത്തിയ ഒരു ആൾക്കൂട്ടത്തോട് എന്താണ് പറയാനുള്ളത്? സുഖല്ലേ? ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരെവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് വിസിബിളാണ്. ഒന്നാമത്തെ കാര്യം, ഒന്ന് യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസോ അല്ലെങ്കിൽ റേഡിയോയിലൂടെ ഇവരോട് സംസാരിക്കുന്നുണ്ട്. 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്കധികം രഹസ്യങ്ങളില്ല. ഇതൊരു പൊള്ളവാക്കൽ, ഇവരാരൊക്കെയാണെൻ്റെ എനിക്ക് ആ ഒരു ഫീലുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, വന്നതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പം നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാമല്ലോ അല്ലേ? നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൗഹൃദം, പ്രണയം, ജീവിതം എന്നാണ്. നമ്മുടെ ഈ അരമണിക്കൂറിൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാൻ പോലും നമുക്ക് സാധിക്കില്ല. എന്നാലും ഇപ്പോൾ ഈ വളർന്നു വരുന്ന ഒരു തലമുറയുടെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകൾ, അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ജോസഫ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സൗഹൃദത്തെക്കുറിച്ചുള്ള അവരുടെ രീതികൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ വളരുന്ന തലമുറ, ഇവരൊക്കെ വളർന്നു വലുതായി എല്ലാവരും. അതെ, പ്രണയത്തിൽ കൃത്യമായ വ്യത്യാസം ഇന്നത്തെ ക്രൗഡിൽ കാണാനുണ്ട്. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, മേ ബി ഒരു 6 കൊല്ലം മുമ്പ്, എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് വൈറലാവുന്ന ഒരു 6 കൊല്ലം മുമ്പാണ്. അന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു ആശംസ വീഡിയോ അയക്കുമോ, അല്ലെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞൊക്കെയാണ് പരിചയപ്പെടുത്തുക. ഇന്നത്തെ ചെറുപ്പക്കാർ എന്നെ പരിചയപ്പെടുക, ചേട്ടാ ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണെന്നാണ് പറയുക. അവർ വളരെ സ്ട്രോങ് ആണ്. അതായത് അതുപോലെ ഒരു ആശംസ വീഡിയോ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നോട് ചിലപ്പോൾ ചോദിക്കും, ചേട്ടാ എൻ്റെ ഗേൾ ഫ്രണ്ട് നിങ്ങളുടെ വലിയ ഫാനാണ്. എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ തക്ക കോൺഫിഡൻസിലോട്ട് പഴയ പോലത്തെ ഞങ്ങൾ വല്ലപ്പോഴും സംസാരിക്കാറുണ്ട് എന്നുള്ള വ്യാജമായ സാധനത്തിൻ്റെ അപ്പുറത്തോട്ട് ഇന്നത്തെ യുവാക്കൾ, യുവതികളിൽ കുട്ടികൾ അപ്ഗ്രേഡഡ് ആയി. അവരുടെ പ്രണയവും അപ്ഗ്രേഡഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ്. നമുക്ക് പണ്ട് പ്രണയത്തെക്കുറിച്ച് പറയാൻ മധുവും ഷീലയൊക്കെയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ലാലേട്ടനും ശോഭനയായിരുന്നു. ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രണയങ്ങൾ ഇവർ കാണുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ്ലി എന്താണോ കാണുന്നത് അതിനോട് നമുക്കൊരു ചായ്വുണ്ടാവും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഡിസ്നിയൊക്കെ എടുത്താൽ എത്ര പടങ്ങളാണ് ഇറങ്ങുന്നത്. റൊമാൻറ്റിക് മൂവീസ് തന്നെ 100-ലധികമാണ്. ഇതെല്ലാം കാണുന്നൊരു തലമുറയാണ്. ഇത് കണ്ടാണ് അവർ പല പ്രണയത്തെയും പരിചയപ്പെടുന്നത്. അതുകൊണ്ട് ഇവരോട് എങ്ങനെ പ്രണയിക്കണം എന്ന് പറയാനോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ദേ ഹാവ് വെരി ഗുഡ് റിസോഴ്സസ്. പിന്നെ ചില തോന്നലുകൾ പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ, അതും കണ്ടീഷൻസ് അപ്ലൈ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കുക എന്ന രീതിയിൽ മാത്രമേ ഇപ്പോൾ ഈ വരുന്ന തലമുറയുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ. കാഴ്ചപ്പാടുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു പുതിയ കാലത്തെ സമൂഹത്തിനെ പലതായിട്ട് വിഭജിക്കപ്പെട്ടതായിട്ട് വ്യക്തിപരമായി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അമ്മാവന്മാർ, ഇൻസ്റ്റഗ്രാമിലെ യൂത്തന്മാർ, പ്രായമായവർ ആവുമ്പോൾ അവരെ വസന്തങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ 90s കിഡ്സ് എന്ന് പറയുന്ന ഒരു പരികല്പനയിൽ മറ്റൊരു സ്ഥലത്ത് തങ്ങളെ കൊണ്ടുപോയി ലൊക്കേറ്റ് ചെയ്യുന്ന വേറൊരു വിഭാഗം, അതിനുശേഷമുള്ള മില്ലേനിയൻ കിഡ്സ്, പിന്നെ ഈ സെഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള ലെയറുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സൗഹൃദം, പ്രണയം, അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ജോസഫ്? ഞാൻ ഇതുവരെ ഒന്നും നോക്കിക്കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഒരു ആഴം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലുള്ളവരെ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്ന് വിളിക്കുന്നത്? ഞാൻ വെറുതെ നിങ്ങളോട്, അത് ശരിയോ തെറ്റോ? ഓക്കെ, ഫേസ്ബുക്ക് അമ്മാവന്മാരെ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കൈവക്കാവോ?
അല്ല, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ, അതും കൂടിയാണ് ചോദ്യം. അങ്ങനെ സംഗതി ഉണ്ട്. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഫേസ്ബുക്കിൽ അമ്മമാരുണ്ട്. ഉണ്ടോ? യെസ്. അത് നമ്മൾ എന്തിനാ മറച്ചു വയ്ക്കണേ? ഞാൻ മാക്സിമം ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇതെൻ്റെ ഒബ്സർവേഷനാണ്. അത് ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം. എൻ്റെ അപ്പച്ചൻ മട്ടൻ കറി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ, അപ്പൻ ഈ ഉരുളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, മട്ടൻ കറി ഉണ്ട്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ്ലി നമുക്കിത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റുകൾ അപ്പനെ ഉരുളി കട്ടേന് പൊക്കിയതാണോ, ഓ അപ്പനെ കുറച്ചുകൂടി നല്ല ഫോട്ടോ എടുക്കായിരുന്നു, ചേട്ടാ അപ്പം വെച്ച മട്ടൻ കറി എങ്ങനെയുണ്ട്, ഇതാണ് ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റുകൾ. ഫേസ്ബുക്കിൽ വന്നത് അപ്പൻ്റെ കുക്കിങ്ങിനെ ജനസമൂഹത്തിന് മുമ്പിൽ മഹത്വൽക്കരിക്കുന്ന നല്ല മകൻ. ഞാനാണ് മറ്റേ സുരാജ്, എപ്പോ ഞാൻ മഹത്വൽക്കരിക്കാൻ ഇട്ടതല്ല. പക്ഷെ നിങ്ങൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുക. ഈ അമ്മാവൻ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആണ്. കാരണം അവർ കാണുന്ന കാഴ്ച അതാണ്. അവർ സ്വീറ്റായിട്ട് പറയുന്നത്, ഓ അപ്പൻ്റെ കുക്കിങ്ങിനെ ആ മോൻ എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവരോടും പറയുന്നത്, അപ്പൻ ഇങ്ങനെ കള്ളനെ പോലെ നിൽക്കണ ഫോട്ടോയില്. ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ വൈബുള്ള ആളുകളാണ്, അത് ഒരിക്കലും മാച്ച് ആവില്ല. അതെങ്ങനെയാണ് ആ വ്യത്യാസം ഉണ്ടാവുന്നത് ശരിക്ക്? അത് പ്രായമാകുമ്പോൾ സംഭവിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ കൂടുതലുണ്ടോ? അങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തമ്മിലുള്ള ഒരു ഉപയോഗിക്കുന്ന ആളുകളിൽ അത്ര ഒരു വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഇവരൊക്കെ സത്യസന്ധരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ മാറി വരുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റ ഉണ്ടല്ലോ, അതിൽ ഇത്തരത്തിലുള്ള പ്രണയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ അങ്ങനെ മാറുന്നുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ചേഞ്ചസോ ഒരു വ്യത്യാസങ്ങളോ ഉണ്ടാവുന്നുണ്ടോ? അറിയില്ല. ഇപ്പോൾ എൻ്റെ അമ്മയോടും അപ്പനോടും നമുക്ക് അവരോടൊക്കെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ചിരിക്കും. ഞാൻ അവർ പ്രണയിച്ചിട്ടില്ല എൻ്റെ അപ്പനും അമ്മയൊന്നും. അറേഞ്ച് മാരേജ് ആയിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് 18 വയസ്സുള്ളപ്പോഴാണ് അമ്മ കല്യാണം കഴിക്കുന്നത്. എൻ്റെ അപ്പനെ കൊന്നാലും കിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. പക്ഷെ നല്ല കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പെടുത്തിയതാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ എപ്പോഴും പ്രണയം സംഭവിച്ചിട്ടുണ്ടോ? ചില മൊമെന്റുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് എൻ്റെ മദറിനോട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് പ്രണയഭാവങ്ങൾ കാണുന്ന ഇപ്പോഴാണ്. ഇതൊരിക്കൽ അപ്പനൊരു ഇസ്രായേൽ യാത്രയ്ക്ക് പോയി. അമ്മയോട് ചോദിച്ചു, നീ വരുന്നുണ്ടോ? അപ്പം അമ്മ പറഞ്ഞു, ഇതൊരു 15 കൊല്ലം മുമ്പാ. അപ്പം അമ്മ പറഞ്ഞു, ഇളവന് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, ഇസ്രായേൽ വരെ ഈ പാലസ്തീനൊക്കെ കണ്ടുവരുമ്പോൾ എത്ര പൈസ നഷ്ടം, ഞാൻ വരുന്നില്ല. എടി നീ വാ, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ. അത് അപ്പൻ അങ്ങനെ തന്നെ അനുസരിച്ചു. അപ്പൻ ഒറ്റയ്ക്ക് പോയി. കാരണം ചില ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ അവരെ കേൾക്കുക എന്നുള്ള, അപ്പനെ ഡിഫെൻഡ് ചെയ്യാനൊരു പോയിന്റ് ഉണ്ട്, നീയല്ലേ പറഞ്ഞ് എന്നോട് പോകാനായിട്ട്. അങ്ങനെ അപ്പൻ 2 ആഴ്ച ഇസ്രായേൽ പാലസ്തീനൊക്കെ കണ്ട് വന്നപ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ആ പെട്ടി വാങ്ങുന്ന നേരത്താണ് ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ മുഖത്തൊരു നാണം കാണുന്നത്. കുറേ കാലത്തിന് ശേഷം എനിക്ക് അവരുടെ ഒരു 30 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ 2 ആഴ്ചയോളം എൻ്റെ അപ്പൻ അകന്നിരുന്നത് അന്നാണ്. അപ്പം അതുകൊണ്ട് ഓരോ കാറ്റഗറിയിലുള്ളവരുടെ പ്രണയം എന്തായാലും വ്യത്യാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ജനറേഷൻ്റെ ട്രയൽ ആൻഡ് എററാണ്. ഇത് ശരിയായില്ല. അടുത്ത് ഈ കസേര വാങ്ങിക്കാൻ പോണോണാ അല്ലേ? ചില കസേര നമ്മൾ ഇരിക്കുമ്പോൾ നൈസ് കസേര, ഇത് തന്നെ മതി എന്ന് പറയും. കുറച്ചു നേരം പറഞ്ഞ നേരത്തെ ഓട്ടയുണ്ടായിരുന്നു, ലീക്ക് ഉണ്ട്, ചെറിയ മണം വരുന്നുണ്ട്, അപ്പം നമുക്ക് ഈ കസേര പറ്റില്ല. അങ്ങനെ എന്നോടൊരു കൂട്ടുകാരി വന്നൊരു കഥയുണ്ട്. അതായത് എൻ്റെ ഒരു ബ്രേക്കപ്പ് കഥയൊക്കെ പറഞ്ഞപ്പോഴാണ്, ജോസഫ് ഒരിടത്തൊരു കിളി ഉണ്ടായിരുന്നു. ആ കിളി വലിയൊരു മരം കണ്ടു, നല്ല ബലമുള്ള ബ്രാഞ്ചസ്. എൻ്റെ കൂട് ഞാൻ ഇവിടെ കൂട്ടാം എന്ന് കരുതി അവിടെ ഒരു കൂട് കൂട്ടി. പക്ഷെ അവിടെ ശക്തമായൊരു മഴ പെയ്തു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ. ബലമുള്ള ശിഖരമായിരുന്നു, പക്ഷെ ഇലകൾക്ക് വലിപ്പമില്ലായിരുന്നു. മഴ ആഞ്ഞു പെയ്യുന്നു, അത് പൊന്നുപോലെ കൊണ്ടു നടന്ന ആ കൂട് തകർന്നു പോകുന്നു. നിരാശയോടുകൂടി ഈ കിളി പിന്നെയും പറക്കുകയാണ്. അത് പറന്ന് വലിയ ഇലകളുള്ള ഒരു മരം കണ്ടെത്തുന്നു. അവിടെ കൂട് ശ്രദ്ധിച്ച് മഴ പെയ്താൽ വെള്ളം കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് പണിയുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാവുന്നു. ആ കൊടുങ്കാറ്റിൽ അത് മരം കുലുങ്ങി അതിന് കൂട് പിന്നെ തകരാണ്. ഇനി തനിക്കൊരു കൂടില്ല, മടുത്തു എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി അതിങ്ങനെ പറന്നു ഒരിക്കൽ ഏതോ ബ്രാഞ്ചിൽ പോയിരുന്നു. അന്ന് ഭയങ്കരമായ മഴ പെയ്തു, കാറ്റടിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിരുന്ന ഇടം നനഞ്ഞിട്ടില്ല. കാറ്റത്ത് ആ ചില്ലകൾക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ആ കിളി അവിടെ കൂടുകൂട്ടി സന്തോഷമായി അവിടെ ജീവിച്ചു. ഞാൻ എൻ്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോൾ ചൈനയിലുള്ള പെൺകുട്ടി എന്നോട് പറഞ്ഞു, ജോസഫ് നീ കിളിയാണ്.
നീ കൂട് ശ്രദ്ധിച്ചും പ്രതീക്ഷയോടും കൂടി ഉണ്ടാക്കിയെടുത്തൊരു കൂടാണത്. അതാർന്നോ എന്ത് ചെയ്യാൻ പറ്റും? പറക്കുക, ഫ്ലൈ. ഏതെങ്കിലും നല്ലൊരു ബ്രാഞ്ചിൽ നമ്മൾ ചെന്നപ്പെടും. ഞാനിപ്പോഴും പറക്കുന്നു. പറഞ്ഞു വന്നത് ഓരോ കാലഘട്ടത്തിനും പ്രണയം ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. നമുക്കതിനെ നമ്മൾ കമ്പയർ ചെയ്യാനൊന്നും നിൽക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മുതിർന്നവരുടെ സൗഹൃദങ്ങൾ എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല കേട്ടോ. ഐ എം സോറി. ഓക്കെ, ഇപ്പോൾ ജോസഫിൻ്റെ തന്നെ ഫോളോ ചെയ്യുന്നവരിൽ തന്നെ യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതൽ. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നമ്മൾ യുവതലമുറയെക്കുറിച്ച് പൊതുവിൽ ഒരു വിഭാഗത്തിന് എപ്പോഴും ഉണ്ടാവുന്നൊരു വേവലാതിയുണ്ട്. നമുക്ക് ആഴത്തിലുള്ള വായനയില്ല, സാമൂഹിക ബോധമില്ല, കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന എല്ലാ കാലത്തും അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആവലാതികളുണ്ട്. അല്ലെങ്കിൽ ഇതാ യുവതലമുറ ഇതാ വഴിതെറ്റി പോകുന്നേ എന്ന് പറയുന്ന നിലവിളികളുണ്ട്. സത്യത്തിൽ ഈ യുവതലമുറയ്ക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? നമ്മുടെ ഇന്ന് കേരളത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്രൗഡ് യുവാക്കളാണ്. യുവതികളാണ്. ഈ എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ നോക്കിക്കോ, എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ യുവതികളും പഴികൾ കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ റേഡിയോ വന്ന സമയത്ത് ആള് റേഡിയോ കേൾക്കുമ്പോൾ നീ ഇങ്ങനെ റേഡിയോ ആയിട്ട് നശിച്ചോ എന്നായിരുന്നു. മാഗസീനുകൾ ആദ്യമായിട്ട് വന്നപ്പോൾ പിള്ളേർ വായിക്കുന്ന നേരത്ത് നീ അപ്പനെ പണിക്ക് പോകാൻ സാധിക്കേണ്ട ഈ മാഗസീനും നോക്കിയിരുന്നോ. പിന്നെ പുസ്തകങ്ങൾ വന്നപ്പോൾ പുസ്തകങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച യുവാക്കളോട് അന്നും കളിയാക്കപ്പെട്ടിട്ടുണ്ട്. നീ ഇങ്ങനെ പുസ്തകം നോക്കിയിരുന്നോ, നിന്റെ ബാക്കികൾ നോക്കണ്ട. ഇന്ന് അതിന് പകരം മൊബൈൽ നോക്കിയിരുന്നോ എന്ന് പറയുന്നു. ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. ഒരു 7 കൊല്ലം മുമ്പ് വരെ ഞാൻ മൊബൈൽ ഉപയോഗിച്ച് എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ചിരുന്നോ, കണ്ണ് കളഞ്ഞോ, മൊബൈൽ നോക്കി കണ്ണ് കളഞ്ഞോ. ഇന്ന് ഞാൻ എൻ്റെ അപ്പനെ കാണുന്നത് ഇങ്ങനെയുള്ള കട്ടിലിൽ വട്ടം കിടന്നിട്ട് മലന്ന് കിടന്ന് സ്വൈപ്പ് ചെയ്യുന്നതാണ്. അത് അവർ അപ്ഗ്രേഡഡ് ആയി. അല്ല, ജോസഫ് പറഞ്ഞിട്ടുണ്ട് മുൻപ്, അതായത് അധ്യാപിക ജോസഫിനോട് പറയുമായിരുന്നു ക്ലാസ്സിൽ, സംസാരിച്ചിരുന്നാൽ ഒന്നും ആവില്ല കേട്ടോ, പക്ഷെ സംസാരിക്കുന്നതാണ് ജോസഫ് ഇപ്പോൾ എന്റെ ജോലി സംസാരമാണ്. അതെ അതെ പറഞ്ഞു ഇത് നമ്മൾ ഈ യുവാക്കൾ അധികം കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊക്കെ പറ്റിയൊരു അല്ലെങ്കിൽ ഞാൻ നേരിട്ടുള്ള സംഭവം അതാണ്. നമ്മളൊരു ബെൽബോട്ടം പാൻറ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഹെയർ ഒന്ന് കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുള്ളറ്റ് സ്റ്റൈൽ അടിക്കുമ്പോൾ ചാടി ഇവരെ കുറ്റപ്പെടുത്തരുത്, ഇവർ എക്സ്പ്ലോർ ചെയ്തെന്ന് എനിക്കതാ തോന്നുന്നത്. നമ്മൾ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. പിന്നെ യൂത്തിനോട് പറയാനുള്ളത്, മാതാപിതാക്കൾ ഇങ്ങനെ പറയും, അത് അവരുടെ കാലത്ത് അവരോട് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറയാണ്ടിരുന്നാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ യുവതലമുറയൊന്നും വഴിതെറ്റി പോകുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം മറ്റൊരു കാര്യം, ഇൻ കേസ് ഒരു വഴി എങ്ങനെ തെറ്റാതിരിക്കും? എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇവരുടെ മുമ്പിലുള്ളത്? അതിനെ വഴിതെറ്റൽ എന്ന് വിളിക്കണോ, അനദർ ഫേസ് ഓഫ് ലൈഫ് ലേണിംഗ് എന്ന് വിളിക്കണോ എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. യുവതലമുറയൊന്നും വഴിതെറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യുവാക്കളൊക്കെ അടിപൊളിയാണ്. യുവതികളെല്ലാം അടിപൊളിയാണ്. ഐ മീൻ ഇത് വെറുതെ അല്ലല്ലോ, നിങ്ങളുടെ കൈയടിക്കില്ലേ, നിങ്ങളുടെ കൈയടിക്ക് വേണ്ടി പറയുന്നല്ലോ കേട്ടോ. നമ്മൾ അവനവനോട് പറയേണ്ടത് നിങ്ങളുടെ ചില തീരുമാനങ്ങൾ, നിങ്ങളുടെ ചില ധാർഷ്ട്യങ്ങൾ, നിങ്ങളുടെ ചില എടുത്തുചാട്ടങ്ങൾ, ഇങ്ങനെയൊക്കെ ആ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും എടുത്ത് ചാട്ടിയിട്ടുണ്ട്, എല്ലാവരും ഓരോ തെറ്റുകൾ ചെന്ന് പറ്റിയിട്ടുണ്ട്. തെറ്റിയൊക്കെ നമ്മൾ ശരിയാവുള്ളൂ. ഞാനൊക്കെ നല്ലപോലെ തെറ്റുകളായിട്ടുള്ള ഒരാളാണ്, തെറ്റുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കാരണം നമ്മൾ ഹാർഡായിട്ട് പഠിക്കുന്ന ചില ലെസൺസേ നമുക്ക് ബെനിഫിഷ്യൽ ആവുള്ളൂ. ഇപ്പം ഞാനീ പറയുന്നത് ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്ന് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്, സോ വേക്കപ്പ് എന്നായിരുന്നു. ഇത് ഞാൻ മനോഹരമായിട്ട് എഴുതി തയ്യാറാക്കിയൊരു വീഡിയോ ആണ്. എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ മനസ്സിലായി, വെരി മീനിങ്. സോ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, തെറ്റുകളൊക്കെ സംഭവിക്കട്ടെ. പിന്നെ നമ്മൾ ഈ പ്രണയത്തെ പണ്ട് അഡ്രസ്സ് ചെയ്തിരുന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ മുൻകാലങ്ങളിൽ പ്രണയത്തെ അഡ്രസ്സ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല അടരുകളും അതിലേക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് തന്നെ ക്യുവർ പ്രണയം പ്രമേയമായിട്ട് കഥ എഴുതിയിട്ടുണ്ട്, ക്യുവർ പ്രണയം പ്രമേയമായിട്ട് കഥ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ശരീരങ്ങളുടെ ശരിയൊക്കെ പറയുന്ന പ്രമേയം അതാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ കാതൽ പോലൊരു സിനിമ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അടരുകളെ ഇതിനോട് ചേർക്കേണ്ടതുണ്ട്, പുതിയ ചർച്ചകളിലേക്ക്. പ്രണയത്തെ നമുക്ക് അങ്ങനെ പുതുക്കി പണിയേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകത സത്യത്തിൽ സമൂഹത്തിലുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭൂമിയെ ഏറ്റവും ഭംഗിയാക്കുന്ന കാര്യം അതിൻ്റെ വൈവിധ്യമാണ്. വൈവിധ്യം, അതായത്
സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ CEO പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പ്രണയ വിഷയത്തിലേക്കല്ല വരുന്നത്. ജനറലി ഇപ്പോൾ ഒരാൾ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പുള്ള സെഷനിൽ നിങ്ങൾ ഇരുന്നോന്ന് അറിഞ്ഞൂടാ. എൻ്റെ ചേട്ടൻ്റെ മകന് പള്ളിപ്പെരുന്നാൾ ഒരു തോക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചെലണെടുത്ത് അവൻ യേശുവിനെ വെടിവെക്കുകയാണ്. അപ്പം ഈ അമ്പ് പോയി തറയ്ക്കുന്നുണ്ട്. അപ്പം എൻ്റെ അപ്പൻ കുറ്റം പറയുന്നുണ്ട്, ഈശോനെ ആണോടാ വെടിവെക്കുന്നത്, മാപ്പ് പറയടാ, സോറി പറയടാ, ആക്കി കുരിച്ചു വരയ്ക്കടാ. അവൻ പറയുന്നത് ഈശോന്റെ പടമാണ്, ഈശോന് വേദന എടുക്കില്ല. അപ്പാപ്പനെയാണ് ഞാൻ വെടിവെക്കണമെങ്കിൽ അപ്പാപ്പന് വേദനിച്ചാൽ ഞാൻ സോറി പറയാം. അതൊരു പിക്ചർ അല്ലേ? നല്ലൊരു ടാർഗറ്റാണ് യേശുക്രിസ്തു. അവൻ ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ പണ്ടായിരുന്നെങ്കിൽ അവൻ എത്ര തൊഴി ഇപ്പൊ കിട്ടി കാണും. അവൻ അങ്ങനെ ചിന്തിക്കുന്ന അവന്റെ യുണീക്ക് ചിന്തയാണ്. പിന്നെ ഇപ്പൊ സ്വവർഗ വിവാഹം അല്ലെങ്കിൽ സ്വവർഗ രതി അല്ലെങ്കിൽ സ്വവർഗ ഇഷ്ടങ്ങൾ, അതിനെക്കുറിച്ചൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് സ്നേഹം കാമം ഭ്രാന്ത് പുസ്തകത്തിൽ. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിനൊരു പുരുഷനോട് അതിയായ ആഗ്രഹവും പ്രണയവും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ നാളെ ഒരു പുരുഷനെ അങ്ങ് പ്രണയിച്ച് കളയാം എന്ന് കരുതി പ്രണയിക്കുന്നതല്ലല്ലോ, ഓർഗാനിക്കലി സംഭവിക്കുന്നതല്ലേ. ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്നോട് പറയണ, ചേട്ടാ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പ്രണയത്തിലാണ്, അത് നാടിൽ ഇതിപ്പോൾ ഫാഷനാണെന്ന് പറഞ്ഞ് പ്രണയിക്കുന്നതല്ലല്ലോ. ഉള്ളിൽ നിന്ന് എൻ്റെ ബ്രെയിനിൽ ആ ഒരു ഞാൻ കൗൺസിലിംഗ് നടത്തുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു, പക്ഷെ എൻ്റെ ഉള്ളിൽ ആ പ്രണയം നിങ്ങൾക്ക് എന്ത് ചെയ്താലും വെള്ളമൊഴിച്ച് കെടുത്താൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്സെപ്റ്റ് ഹിം എന്നാണ്. ആക്സെപ്റ്റ് ഹിം, റെസ്പെക്ട് ഹിസ് ലവ് എന്നാണ്. ഖാലിദ് ഹുസൈനി എന്ന് പറഞ്ഞ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്ററാണ്. അയാളുടെ മകൻ താനിങ്ങനെ ഒരു ഗേ ആണെന്ന് പറഞ്ഞ്, എൻ്റെ മകൻ ഗേ ആയതിനെ ഞാൻ അപ്രീഷിയേറ്റ്, അവനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ബന്ധങ്ങളെക്കുറിച്ച് മനോഹരമായ പുസ്തകം എഴുതിയ ഖാലിദ് ഹുസൈനി മകൻ്റെ പടം ഉൾപ്പെടെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഈ വൈവിധ്യങ്ങളെ അത് ഓർഗാനിക് എന്ന് തോന്നുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, നിങ്ങൾക്ക് ശരിക്കും ഒരാണും പ്രണയിക്കുന്നതിനോട് ഉള്ളാലെ വലിയ താല്പര്യമൊന്നുമില്ല, ബട്ട് നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വൈ നോട്ട് എന്ന് പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ മതി. സോ ഏത് പ്രണയവും അത് ഒറിജിനൽ ആണെങ്കിൽ അതെന്ത് ഭംഗിയുള്ളതാണ്. അത് എനിക്കിപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരാളോട് പ്രണയം തോന്നിയാലും ഇഫ് ഇറ്റ് ഈസ് ഒറിജിനൽ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് എനിക്കറിയാം, ബട്ട് ഇറ്റ്സ് ഒറിജിനൽ. അപ്പോൾ ഒറിജിനലായിട്ട് എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ശരീരത്തിന്റെ ശരികൾ തന്നെ വായിക്കുമ്പോഴേ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഉള്ള ഒരു റിയാക്ഷൻ, ആ ഒരു ജനറേഷന്റെ ആലോചനകളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അമ്മയൊക്കെ വളരെ ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു ലേഡിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടെന്ന് പറഞ്ഞൂടാ, ഞാൻ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയും ജനറലി അപ്പനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാക്സിമം ട്രോളുന്ന രീതിയിലാണ് സംസാരിക്കാറ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള ബുക്കിൽ ഒരു സെക്സ് വീഡിയോ കോളിനെ കുറിച്ചൊരു ചാപ്റ്റർ ഉണ്ട്. അതായത് ദൈവത്തിൻ്റെ ചാരന്മാരൊക്കെ എഴുതിയ ഞാൻ എഴുതിയ പുസ്തകം. അതെൻ്റെ അമ്മ വായിക്കുകയാണ്. അതേ പ്രായത്തിൽപ്പെട്ട, അതായത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളൊരു ചേട്ടൻ്റെ അങ്കിൾ, അദ്ദേഹം ആദ്യത്തെ പുസ്തകം വായിച്ചിട്ട് നമ്മളോടിങ്ങനെ, ജോസഫ് ഞാൻ നിങ്ങളുടെ ആരാധകനായി മാറി, ഇത് മനോഹരമായ പുസ്തകം എന്നൊക്കെ പറഞ്ഞ ആ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ് സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചു. ജോസഫ് എനിക്ക് ചെറിയ നിരാശയുണ്ട്, പ്രത്യേകിച്ച് വീഡിയോ കോളിലൂടെയൊക്കെ സെക്സ് സംഭവിക്കുക, അതൊക്കെ സാധ്യമാണോ? നിങ്ങൾ ചിരിക്കാത്തത് നിങ്ങൾ മാന്യരായിട്ട് ചമയുന്നോണ്ടായിരിക്കും. സാർ ഇത് പോസിബിളാണ്. അങ്ങനെയും ഒരു കാലമുണ്ട്. ഒരുപക്ഷെ അങ്കിളിന് അറിയാത്തതുകൊണ്ടായിരിക്കും, അങ്കിളിൻ്റെ 60കളിൽ ഇതിൻ്റെ പോസിബിലിറ്റിയെ കുറിച്ച് അറിയാത്തതുകൊണ്ട്. ഇപ്പം എന്നോട് സ്നാപ്ചാറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വലിയ അറിവില്ല. കാരണം എനിക്കില്ലാത്തൊരു സോഷ്യൽ മീഡിയ ആപ്പ് സ്നാപ്ചാറ്റാണ്. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വാചാലനവും, യൂട്യൂബ്, ഫേസ്ബുക്ക് എനിക്കറിയാം. സ്നാപ്ചാറ്റിനെ കുറിച്ച് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോകും. അപ്പോൾ ഈ ഒരു എൻ്റെ അപ്പനാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഇപ്പം ഞാൻ പറയാലോ, അപ്പം നാളെ ഞാൻ എയറിൽ പോയാൽ ഉറപ്പാണ്, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മുതുകാട് സാറിന് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കുന്നില്ല, നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ട. ബട്ട് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, എന്ത് പെട്ടെന്നാണ് ഒരു പരിചയം പോലും ഇല്ലാത്തവർ ഇങ്ങനെ, അതിൻ്റെ സത്യാവസ്ഥകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആ മുതുകാടിന് പകരം അവിടെ ആരുടെ പേരും വെച്ചോ, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ആരുടെ പേര് വേണമെങ്കിലും വെച്ചോ. ഒരു മോശമായൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇറ്റ്സ് ഡൺ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്ര ആൾ ജനക്കൂടം കൂടി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആനന്ദമാണ്, ലഹരിയാണെന്ന്? ഐ എം അഫ്രൈഡ്.
എനിക്ക് ഭയമാണ്. നിങ്ങൾ ഈ ചിരിക്കണ മുഖങ്ങൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ആളിൽ വരെ മാറിയിരിക്കുമ്പോൾ ആ പുള്ളി ഇങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളല്ല. എല്ലാവരും ഇല്ല, കുറച്ച് പേരെങ്കിലും. അപ്പം നിങ്ങൾ എന്തൊക്കെ പറയാം? അപ്പോൾ എൻ്റെ അപ്പനും ഞാൻ പറഞ്ഞു വന്ന്, ഇഫ് സംതിങ് ഹാപ്പൻസ് ടു മീ ഐ എം ഷുവർ ഐ വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ മൈ പാരൻസ് ഇഫ് ദേ ആർ എലൈവ്. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെങ്കിൽ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൊട്ടക്റ്റ് ചെയ്യുക പറഞ്ഞാൽ ന്യായീകരിക്കലല്ല, കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എഴുത്തുകളൊക്കെ അവർ വായിച്ചപ്പോൾ അമ്മയ്ക്കൊക്കെ അത് ഓക്കെയാണ്. അമ്മ എന്നോട് ഇങ്ങനെ സ്വയംഭോഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് അതിനെക്കുറിച്ചൊരു ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഒരു ബയോളജി ടീച്ചറാണ്. അപ്പോൾ അത്തരം ധാരണകളുള്ള ഒരാൾ കുടുംബത്തിരിക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എന്തിനു ഭയക്കണം? എനിക്ക് ആ ഭയം ഇല്ല. ആ ഒരു ഫ്രീഡം ഈ മാതാപിതാക്കളും മക്കൾക്കിടയിൽ തുറന്ന് സംസാരിക്കാനുള്ള ഫ്രീഡമാണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, സ്നേഹം കാമം ഭ്രാന്തി എന്നുള്ള ബുക്ക് ഈ സ്വർണ്ണക്കടത്ത് പോലെ കടത്തുന്നവരുണ്ട്, പേര് കാണിക്കാണ്ട് പൊതിഞ്ഞു കെട്ടി. എന്നോടൊരു അധ്യാപിക പറഞ്ഞിട്ടുണ്ട്, ഇൻവിജിലേഷന് അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ പേരിങ്ങനെ പൊത്തും. കാമം എന്നുള്ള വാക്ക് നമുക്കിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, പറ്റുക വെച്ചാൽ ബുക്ക് വാങ്ങിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടാവും, അതെടുത്തിട്ട് സ്നേഹം കാമം ഭ്രാന്തെന്ന് പോസ്റ്റെങ്കിലും ചെയ്യും. അപ്പോൾ കുറേ പേര് ചോദിക്കും, ഇതെന്ത് ബുക്കാടി, മറ്റേതാണോ? റെസ്പോണ്ട് ചെയ്യും. കാരണം നമ്മൾ എന്നാ ഈ നമുക്ക് ഈ അകലമൊക്കെ മാറ്റണ്ടേ. ഏറ്റവും കൂടുതൽ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, പോപ്പുലേഷനിൽ ഒന്നാമതും. അല്ല ശരിയല്ലേ? പക്ഷെ വൃത്തിയിട്ടവനെ മിണ്ടാണ്ടിരിക്കടാ, ഒന്നാമതാ. ഈ ഒരു പാരൻസിന് അതിനോടൊന്നും ബുദ്ധിമുട്ടില്ല. ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ട് അവിടെ. ഇപ്പോൾ ഈ സൗഹൃദ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജോസഫിനോട് ഇനി നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ചോദിക്കാനുണ്ടാവുക. ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നും. ഹായ് ജോപ്പ, ഓർമ്മയുണ്ട് ഈ മുഖം? നീ എല്ലാ KLF-നോട് ചോദിക്കാറില്ലേ? അതെ, ഞാൻ തീരെ വായിക്കാതിരുന്നൊരു മനുഷ്യനാണ്. ആ എന്നെ വായിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനെന്ന് ചിന്തിച്ച ആ ഒരു മെൻറ്റാലിറ്റി ഇരുന്ന് വായിച്ചിട്ട് പലതും കിട്ടാനുണ്ട് എന്ന് താങ്കളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ, വായിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്. ആ ഒരു വീഡിയോ അത് കാരണം ഇപ്പോൾ വായന എൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ്. അതിൽ ഈ മനുഷ്യന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാണ്. ചോദ്യം ഇതാണ്, അതായത് നേരത്തെ അമ്മാവന്മാരുടെ വിഷയം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ അമ്മാവന്മാരെ പുച്ഛിക്കണ പൊതുവെ നമ്മുടെ ജനറേഷൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പ്രായമാകുന്നതോടെ നേരത്തെ പറഞ്ഞു, പ്രായമാകുന്നതോടുള്ള പ്രശ്നമാണെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളും പ്രായമായി ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ യൂത്ത് ജനറേഷന് നമ്മളെ അതുപോലെ പുച്ഛിക്കൂലേ? അതിനെന്താണ് പറയാനുള്ളത്? ജോഷി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്, അറിയാലോ? ജോഷി സാർ ന്യൂഡൽഹിയൊക്കെ എടുത്ത ആളാണ്. അദ്ദേഹം ഇന്ന് എടുക്കുന്ന പടങ്ങൾ ഭയങ്കര സ്റ്റൈലിഷാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അദ്ദേഹത്തിന് അതേ ജനറേഷനിൽ പെട്ട നമുക്കറിയാവുന്ന റെസ്പെക്ട് ചെയ്യുന്ന വലിയ ചില സിനിമാ സംവിധായകർ എടുത്ത ചില പടങ്ങൾ വിജയിക്കുന്നില്ല. അദ്ദേഹം വളരെ മമ്മൂട്ടി, ആരെങ്കിലും ധൈര്യപ്പെടും മമ്മൂട്ടി അമ്മാവെന്ന് വിളിക്കാൻ? കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഇട്ട ഷൂസ് കണ്ടായിരുന്നു, ഒരു പച്ച കളറ്. ദുൽഖർ സൽമാൻ അത് അന്വേഷിച്ച് കിടക്കാന്നാണ് കേട്ടത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ മമ്മൂക്ക അമ്മ ചുണ്ടിലേക്ക് പറയാൻ പോലും പറ്റില്ല മമ്മൂക്ക അമ്മാവെന്ന്. അപ്പോൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്, മമ്മൂക്കനെയൊക്കെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ്. അടുത്താരാണ്? പുള്ളി രാവിലെ എന്നെ കണ്ടപ്പോൾ ഒരു ചോദ്യം ബുക്ക് ചെയ്തതാണ്, ഈ റൂമൊക്കെ ബുക്ക് ചെയ്യില്ലേ? കൊടുത്തേക്ക്. ഈ ഒരു സെക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എനിക്ക് തോന്നില്ല, എന്നാലും ചോദിക്കുകയാണ്. ഈ കാൽപ്പനികത, ഗൃഹാതുരത്വം, ലേശം വിഷാദാത്മകത, പിന്നെ ഭാവന, സൗന്ദര്യം, ഇതിൻ്റെയൊക്കെ ഒരു ലോകമില്ലേ? ഇതിൻ്റെയൊക്കെ മാത്രമായിട്ടുള്ളൊരു ലോകം താങ്കൾക്ക് സുപരിചിതമായിരിക്കും. അപ്പോൾ ആ ലോകത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ ലോകത്തൊരു മനുഷ്യൻ പെട്ടുപോയാൽ, അല്ലെങ്കിൽ അതിലെത്തിച്ചേർന്ന ഒരു മനുഷ്യനെ പറ്റി എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടിക്കെല്ലാം വരുന്ന ആളുകൾ ഏകദേശം ഈ ഒരു ടൈപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കി. അപ്പോൾ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റിയിട്ടുള്ളത്? എന്താ പറയാനുള്ളതാണ്? ഈ ഭാവനാലോകത്ത് എത്തിപ്പെടുന്ന മനുഷ്യൻ, എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ ഫിക്ഷൻ വേണം എന്നുള്ളതാണ്. ഭാവന എന്ന് പറയുന്നത് നമ്മൾ ഫിക്ഷൻ എന്ന് പറയാമല്ലോ, എഴുത്തിനെ റിയലിസ്റ്റിക്. മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ജീവിതത്തിൽ നടന്ന പോലെ എഴുതാനാണെങ്കിൽ ആധാരം എഴുതിയാൽ പോരെ, അല്ലേ?
ജീവിതത്തിൽ കുറച്ച് ഭാവന വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാവനയുടെ ലോകത്തിൽ പെട്ടുപോയാൽ അത് നീ പെടുന്ന ഭാവന പോലെ ഇരിക്കും. അതിപ്പോൾ ഞാൻ ഭാവനയിൽ കാണുന്ന ഒരു കാര്യം, എല്ലാ KLF-ലും ഞാനിവിടെ ഒന്ന് പറയുന്നതാണ്, എനിക്കൊരു സ്റ്റാൻഡപ്പ് ഷോ ചെയ്യണമെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു ചിരി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്റ്റേജൊക്കെ ബുക്ക് ചെയ്ത് നടന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണമെന്നില്ല. ഇതും വർക്കബിളാണ്. ഞാനിപ്പോൾ ഭാവനയിൽ കാണുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഒരു കഥ സിനിമയായ എങ്ങനെ ഇരിക്കും, ആ ഭാവനയിൽ ഞാൻ പെട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാൻ കുറേ കൂടി നല്ലൊരു മനുഷ്യനാവും, ഞാൻ കുറേ താഴത്തോട്ട് പോകും. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്, ജോസഫേ നീ ഇങ്ങനെ റിയലിസ്റ്റിക് കഥകൾ മാത്രം എഴുതാതെ ഫിക്ഷനായിട്ടുള്ള കാര്യങ്ങളും പറയൂ, സംസാരിക്കൂ കൂടുതലും എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ഞാൻ കുറേ കൂടി ഫിക്ഷനൊക്കെ ഈ ജീവിതഗന്ധിയായ കഥകളൊക്കെ പറഞ്ഞ് മടുത്ത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അളിയാ നീ സച്ചിൻ ടെണ്ടുൽക്കറാണ്, ഷൊഹൈബ് അക്തർ ആവാൻ ശ്രമിക്കരുത്, നിന്റെ കഴിവ് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഭാവനയിൽ പെട്ടുപോയാൽ ആ പെഡൽ അപ്ഗ്രേഡ് ചെയ്താൽ നന്ന്, നിന്നെ ഡീഗ്രേഡ് ചെയ്താൽ അറിഞ്ഞൂടാ. താങ്ക് യു. ഭയങ്കര ചോദ്യമായിരുന്നു കേട്ടോ. ഹലോ, സുഖാണോ? സുഖാണോ? ലളിതമായ ചോദ്യം. ഒരുപാട് പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട 3 പ്രാസംഗികന്മാരുണ്ട്, മോട്ടിവേഷൻ സ്പീക്കർ. അപ്പോൾ അതിൽ ഒരു ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യമല്ല, ഈ ഒരു റിക്വസ്റ്റ് എത്രത്തോളം ഇവിടെ ശരിയാകുമെന്ന് എനിക്കറിയില്ല, റിക്വസ്റ്റ് ചെയ്യാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ മാറ്റം വരുത്തിയ ആളാണ്. ഒരുപാട് പ്രസംഗങ്ങളിലായാലും എഴുത്തുകളിലായാലും എൻ്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എത്രത്തോളം ഇവിടെ റെഡിയാവുമെന്ന് അറിയില്ല. ഒന്ന് ഹഗ് ചെയ്യണം അവിടെ വന്നിട്ട്. ചേട്ടാ, ഇന്നത്തെ ഒരു പഴയകാല പ്രണയവും ഇന്നത്തെ പ്രണയവും തമ്മിൽ വിച്ച് വാസ് ബെറ്റർ എന്നൊരു ചോയ്സ് ചോദിച്ചാൽ എന്ത് തോന്നുന്നു? പിന്നെ ഈ അടുത്ത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാലും ഒരു മരണത്തിനെ കുറിച്ച്, ഒരു പ്രണയത്തിനനുബന്ധിച്ച് ഒരു മരണം, അതിന് സാറിൻ്റെ ഒരു കമൻറ്റ് എങ്ങനെയാണ്? എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം? അതൊരു ചെറുപ്പക്കാരൻ മരിച്ചതല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രണയത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് ആണിൻ്റെ വൃത്തികെട്ട സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. കഷായത്തിൽ വിഷം വെച്ച് കൊടുക്കുമ്പോൾ സ്ത്രീകളും അത്ര മോശക്കാരില്ല എന്നുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോവും. എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളൊരു തോട്ടാണ്, എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ബ്ലെയിം ചെയ്യപ്പെടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ബ്ലെയിം ചെയ്യപ്പെടുമ്പോൾ ഈ അച്ചന്മാരൊക്കെ ഈ വകയാണ് എന്ന് ചിന്തിക്കരുത്. അതിന് മറ്റൊരു സെന്റൻസ് ഇതാണ്, ബ്ലെയിം ദി പേഴ്സൺ നോട്ട് ദി കമ്മ്യൂണിറ്റി. ഒരു പ്രണയത്തിൽ ഒരു പെൺകുട്ടി ഒരാൾക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് പറയുമ്പോൾ ഡോണ്ട് ബ്ലെയിം ദി ജെൻഡർ. പെൺപിള്ളേർ ഇങ്ങനെയാണ്, ബ്ലെയിം ദറ്റ് പേഴ്സൺ. ഈ പഴയ പ്രണയവും ഈ പ്രണയവും ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഴയ കാലത്ത് പ്രണയിച്ചിട്ടില്ല. മാത്രമല്ല പഴയകാല പ്രണയങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യം ഒരു ഡാറ്റ കിട്ടാനില്ല. എൻ്റെ ഇമ്മീഡിയറ്റ് സോഴ്സ് എൻ്റെ മൂത്ത ചേട്ടൻ്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന ആൾ യൂട്യൂബിൽ വരും. ഇത് മാത്രം കട്ട് ചെയ്തിടണേ. എനിക്ക് അടുത്തറിയാവുന്നവരുടെയൊക്കെ പഴയകാല പ്രണയങ്ങൾ എന്ന് പറയുന്നത്, ഒരു ചേച്ചി ഇങ്ങനെ ആളുടെ മുടി സ്റ്റേപ്ലെയറിൽ അടിച്ച് ലവ് ചിഹ്നത്തിൽ ഷേപ്പിൽ അതിലൂടെ എല്ലാം മുടി കോർത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, എൻ്റെ ചെണ്ടയല്ല. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഈ അകലം സൃഷ്ടിക്കുന്ന ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൂടിക്കിൽ പ്രണയം ബ്രേക്കപ്പോ, ഒരു ബ്ലൂടിക്കിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ, ഫേസ്ബുക്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എന്ത് വേഗതയാണ്. പണ്ടൊക്കെ ഒരു കത്ത് എഴുതി അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം ചോദിച്ചതിന് മറുപടി കിട്ടാൻ ആ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഭയങ്കര വേഗതയാണ് എല്ലാത്തിനും. ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. താങ്ക് യു. ഹായ് സർ,
ഞാൻ ഒരു തവണ സാറിനെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ വന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ല, അടുത്ത് കാണാനും പറ്റിയില്ല. ഇപ്പോൾ ഒരു അവസരമായതുകൊണ്ട് ചോദിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം സാറിൻ്റെ ആദ്യം വായിച്ചത് അത് തന്നെയാണ്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഒരു ദിവസം കൊണ്ടാണ് ഞാനത് ഇരുന്ന് വായിച്ചു തീർത്തത്. കാരണം ആ പുസ്തകം താഴെ വെക്കണം എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിലെ വ്യക്തിത്വങ്ങളും അതിനെക്കുറിച്ച് സാർ എഴുതിയത് കൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സിനെ എഴുതുക എന്ന് പറയുന്നത് ഒരു കറേജിയസ് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ പുസ്തകം എഴുതുന്നതിനേക്കാളും മുമ്പും അത് പബ്ലിഷ് ചെയ്യുമ്പോഴും സാറിന് എത്രത്തോളം അത് അലട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്? എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം തുടങ്ങി എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്ന കാര്യം ഞാൻ എല്ലാം തുറന്നു പറയുന്നുള്ളതായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ അപ്പൻ ചെയ്ത കോമാളിത്തരൊക്കെ കുട്ടിക്കാലത്തിലൊക്കെ ഞാൻ പറഞ്ഞു നടക്കുമായിരുന്നു. ചിലപ്പോൾ എന്നോട് പറയും, നീ എന്തിനൊക്കെ ഇങ്ങനെ പോയി പറയണേ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാനൊന്ന് മുതിർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചവരെയും എന്നെ സ്നേഹിച്ചവരെയും എന്നെ കൈപിടിച്ചവരെയൊക്കെ കുറിച്ച് ആ പഴയ കുട്ടി പറയുന്ന പോലെ ഞാൻ എഴുതി വെച്ചതാണ് ദൈവത്തിൻ്റെ ചാരന്മാരെന്ന പുസ്തകം. അതിന് ധൈര്യം വന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ ആ പുസ്തകത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. നല്ല നമുക്ക് ആരുടെയും വിളിച്ച് പറയാമല്ലോ, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പം നമുക്ക് അതിനകത്ത് ഭയക്കേണ്ട കാര്യമില്ല. ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് ലൈഫിൽ ഇപ്പോൾ ഞാനതിങ്ങനെ കൊണ്ടു നടക്കുക. ആ ലേഡി ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു മാം എനിക്കൊരു ബുക്ക് തന്നു. ഞാൻ വല്ല നോട്ട് പാഡാണെന്നാണ് കരുതിയത്. ഇത് മുഴുവൻ ഒരു നീണ്ട എഴുത്താണ്. ഓരോ പേജുകളിലും ഓരോ പടമൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്തായാലും ഒരു എഫേർട്ട് ഉണ്ട്. ഇത് ഇപ്പോൾ സുഹൃത്തിന് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയാം. എനിക്കിത് കിട്ടിയാലും എനിക്കിത് വലിയ കാര്യമാണ്. നിലത്ത് വീണ എൻ്റെ ഒരു പേന ഒരാൾ എടുത്ത് തന്നാൽ എനിക്കത് വലിയ കാര്യമാണ്. അത് ഞാൻ ഭയങ്കര ഓവറാക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ഒരു പേന എടുത്തതിന് താങ്ക് യു സോ മച്ച് എന്നൊന്നും പറയണ്ട, ഒരു ചിരി മതി എന്നൊക്കെ. പക്ഷേ ഇത് വലിയ കാര്യം. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇതിങ്ങനെ എക്സൈറ്റഡ്. ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പോക്കറ്റിലിട്ടത്? കഷ്ടപ്പെടാണ്ടിരിക്കാനാ. ആരോ ഒരു അപരിചിത എവിടെ വെച്ച് സാറേ സെൽഫി പോലും ചോദിച്ചില്ല. ഇന്നൊരു ഓട്ടോറിക്ഷ പോണ നേരത്ത് പെട്ടെന്ന് ഇങ്ങനെ എറിഞ്ഞു ഒന്ന് പിടിച്ചു കൊണ്ടു നടക്കുക. അതെൻ്റെ സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് കടന്നു പോവാണ്. ഹലോ, ഹായ്. കഴിഞ്ഞ തവണ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റേജിലോട്ട് വന്നോട്ടെ. ഓക്കെ. കഴിഞ്ഞ തവണ ചേട്ടൻ്റെ മുന്നിൽ വന്ന് ചേട്ടൻ്റെ ശബ്ദം ചെയ്ത ആളാണ് ഞാൻ. ഇന്നലെ മെസ്സേജ് ചെയ്ത ആള്. ഇത് എൻ്റെ സ്വന്തം ക്രൗഡാണ്, കോഴിക്കോടുകാരനാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു വേദി കിട്ടിയിട്ട് ഈ ചേട്ടൻ്റെ മുന്നിൽ നമ്മുടെ ക്രൗഡിൻ്റെ മുന്നിൽ ചേട്ടൻ്റെ ശബ്ദം ഒന്ന് അനുകരിച്ചോട്ടെ. താങ്ക് യു. ചെയ്തോട്ടെ. സത്യം പറഞ്ഞ സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ വരക്കല്ലേ. ഇതിപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇത്രയും ക്രൗഡിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ക്ഷവറിങ്ങുണ്ട്. എന്തെങ്കിലുമൊക്കെ പക്ഷേ തെറ്റുപറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കണേ. ഹലോ, സമയം കഴിഞ്ഞോട്ടോ. ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ തിരിച്ചറിയാനുള്ള അത് ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളതാണ്. നമ്മുടെ കൈൻഡ്നെസ്സിനെ ആളുകൾ വീക്ക്നെസ് ആയിട്ട് തെറ്റിദ്ധരിക്കാം. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിലെ എല്ലാവരും ഒരുപോലെ താങ്ക് യു. താങ്ക് യു. ഞാൻ കോഴിക്കോടുകാരനാണ്, ബേപ്പൂരുകാരനാണ്. കോമഡി ഉത്സവമൊക്കെ ചെറുതായിട്ട് ചെയ്യുന്ന ആളാണ്. താങ്ക് യു. പേര് നെവിൻ പോൾ. അപ്പം നമുക്ക് അടുത്ത സെഷൻ്റെ ഒരു സമയമായിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസിന് പ്രത്യേകമായൊരു നന്ദിയും സംസാരിച്ചതിന് ഇനിയും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. പുതിയ കഥകൾ ഒരുപാട് ഉണ്ടാവട്ടെ. ആശംസകൾ.